റേസിൽ പങ്കെടുക്കാനുള്ള തന്റെ അവസരം എനിക്ക് വിട്ടുതന്ന എന്റെ കമലിനാണ് രണ്ടാമത്തെ നന്ദി. ഒപ്പം കമലിന്റെ ചേച്ചി വിജലയ്ക്ക്. എനിക്കറിയാം ഇവിടെയുള്ള ചിലർക്കെങ്കിലും ഈ 2 ലക്ഷം രൂപ ചെറിയൊരു തുകയായിരിക്കും. ഒരു കാലത്ത് ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പൊ ഈ കിട്ടിയ പണം ഉണ്ടല്ലോ, അതെനിക്ക് വലുതാ. ഒരുപാട് ജീവിതങ്ങളുടെ വിലയുണ്ടതിനെ. പത്രോച്ചായം പറഞ്ഞത് ശരിയാ. ഈ വിജയത്തിന്റെ വലിയൊരു പങ്ക് ബഹുമതിക്ക് അർഹയായത് എന്റെ അമ്മയാ. പരുന്തിൽ നിന്നും കാക്കയിൽ നിന്നും കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒതുക്കി പിടിക്കുന്ന പക്ഷി നല്ലൊരമ്മയ്ക്ക് മാതൃകയാണ്. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാൽ കാക്കക്കേടും പരുന്തുകേടൊക്കെ തീർന്നു കഴിഞ്ഞാൽ അതേ അമ്മ പക്ഷി കുഞ്ഞുങ്ങളെ കൊത്തി അകറ്റും. അങ്ങനെ കൊത്തി അകറ്റപ്പെട്ട ഒരു കുഞ്ഞാണ് ഞാൻ. അമ്മയെന്ന് നെഞ്ചിൽ പച്ച കുത്തിയിരുന്ന ഞാൻ. കൊള്ളാലേ, നല്ല ബെസ്റ്റ് അമ്മ. കൊത്തി അകറ്റുമ്പോ കുഞ്ഞിന് കുറച്ച് വേദനയൊക്കെ തോന്നിന്ന് വരും. അമ്മയോട് പിണക്കവും പരിഭവവും ഒക്കെ തോന്നും. ഞാനും ആ അനുഭവങ്ങൾ കൂടിയൊക്കെ കടന്നു വന്നതാ. എന്നും അമ്മയുടെ ചിറകിനടി കഴിയാതെ സ്വതന്ത്രനായിട്ട് പറന്നുയരാൻ വേണ്ടിയിട്ടാണ് ആ വേദനാന്ത് പിന്നീട് മനസ്സിലാവും. അത് പ്രകൃതിയുടെ പാഠമാണ്. ആ പാഠം നൽകിയ കരുത്താണ് എന്നെ ഈ സൈക്കിൾ റേസിലേക്ക് എത്തിച്ചതും ഇപ്പോ വിജയിപ്പിച്ചതും. പറയുമ്പോ എന്ത് നിസ്സാരോ. ആ കൊച്ചിന് എന്തുമാത്രം വേദന ഉണ്ടായി കാണും. ഇപ്പോഴും പത്രോച്ചാന്റെ മില്ലിലെ തടി ചുവന്ന് അത് ജീവിക്കുന്നേ. കൂട്ടിനൊരു പെണ്ണും ഒരു കൈക്കുഞ്ഞും. എന്റെ കൈവാക്കിനങ്ങാണ് ആ തള്ളയെ കിട്ടിയ അടിച്ചവക്കടെ ചൗക്കനെ പൊളിക്കാൻ തോന്നും എനിക്ക്. കൊത്തി അകറ്റി അത്രേ. പിന്നെ എന്റെ ഭാര്യയോട് എനിക്ക് ഒരു നന്ദി പറയാനില്ല. ഞാൻ തന്നെ അയാള്. എന്റെ വിജയം അയാളുടെ ഇതുകൂടിയാണ്. ഏത് കൊടുങ്കാറ്റിലും പേമാരിയിലും എനിക്കൊപ്പം ഒരു മരപ്പലകയിൽ പോലും തൂങ്ങി പിടിച്ചിടഞ്ഞു തുഴയാൻ ധൈര്യമുള്ള പെണ്ണ്. കൈ കുഴഞ്ഞ് കരയിലെത്തില്ല എന്ന് തോന്നുമ്പോഴും എനിക്ക് ആത്മവിശ്വാസം പ്രചോദനം നൽകുന്നവൾ. ആള് നനച്ചത് എഴുന്നേറ്റേക്ക്. എഴുന്നേക്ക് ശാലിനി, വിളിക്കുന്നത് കേട്ടില്ലേ? എഴുന്നേക്കാൻ. മോളെ ഇങ്ങതാ. കയ്യടിക്കട. സ്റ്റേജിലേക്ക് വിളിച്ചോട്ടെ. വിളിക്കു മോനെ, ഞാൻ അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. വേണ്ട. കേറുവാ കേറുവാ മോളെ. ചെല്ലെടുത്തമ്മേ. കയ്യടിക്കടാ, കയ്യടിക്കടാ.
ഈ നിൽക്കുന്ന പെൺകുട്ടിയാ വിഷ്ണുവിന്റെ ഇപ്പോഴത്തെ ബലം. കാലിടറിപ്പോവാതെ എന്റെ കൈ പിടിച്ചിരിക്കുന്നവളാ. ഏത് വലിയ പ്രതിസന്ധിക്ക് മുമ്പിലും പോട്ടെ സാരമില്ലാന്ന് പറഞ്ഞു എന്നെ ആശ്വസിപ്പിക്കുന്നവളാ. വിജയങ്ങളിലും പരാജയങ്ങളിലും ഒന്നുപോലെ കൂടെ നിൽക്കുന്നവളാ. എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബലം. എന്നാ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ദാ, നീ ആ മൂടുന്ന അതെ, കുഞ്ഞാവേ നോക്കിക്ക്. ഇപ്പൊ സംസാരിക്കുന്നത് വിഷ്ണുവാ, ആ നിൽക്കുന്ന ശാലിനിയുടെ ഭർത്താവ്. ആ നിൽക്കുന്നവൾ എന്റെ ഭാര്യ, അഗ്നിസാക്ഷിയായി ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണ്. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എല്ലാം അവളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയാതെ തന്നെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ. സുഹൃത്തുക്കളെ, കാര്യപരിപാടികളുടെ അടുത്ത ഇനം നന്ദി പറച്ചിലാണ്. അതിനായി ജനസമ്മതനും സൽസ്വഭാവിയും സൽഗുണസമ്പന്നനും സർവോപരി സുന്ദരനുമായ ചീമേനി പത്രോസിന്റെ സഹധർമ്മിണി എന്ന വിലാസത്തിൽ അറിയപ്പെടുന്ന ശ്രീമതി നിർമ്മലയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒന്ന് വാടി നിർമ്മല. സുഹൃത്തുക്കളെ, ആദ്യമായി എനിക്ക് നന്ദി പറയാനുള്ളത് ഈ ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ച നമ്മുടെ വിശിഷ്ടാതിഥിയായ സത്യാമ്മയോടാണ്.
പിന്നെ മത്സരത്തിൽ പങ്കെടുത്ത ഓരോരുത്തരോടും, പിന്നെ വിജയായ വിഷ്ണുവിനെ പ്രത്യേക അഭിനന്ദിക്കുന്നതിനോടൊപ്പം അതുപോലെ നമ്മുടെ വിഷ്ണുവിന്റെ ഭാര്യയായ ശാലിനിക്കും ആശംസകൾ മോളെ. പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം ഇല്ലേ ഫാമേ? അതെ. ഈ മത്സരത്തിന് സാക്ഷിയാകാനെത്തിയ മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ച നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ നന്ദി, നമസ്കാരം. ഇതിനൊക്കെ തൊട്ടുമുടക്കാൻ നമുക്ക് നന്ദിയില്ലടാ. പൂച്ചെണ്ട് കൊടുക്കലും പൂമാലയിടിക്കലും ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി പോവാ ആന്റി. എന്നാ ഞാൻ ഇറങ്ങട്ടെ നിർമ്മലേ. വന്നതിൽ വളരെ സന്തോഷം ഫാമേ. പത്രശേ, അച്ഛാ ഞങ്ങളിന്ന് അങ്ങോട്ട് ഇതൊക്കെ എടുത്തോണ്ട് പോ മോളെ, ഇവരെ ഒന്ന് സഹായിക്കേ. അച്ഛാ ഞങ്ങളിന്ന് പറു നിനക്ക് എന്ത് തോന്നണു? എന്ത് തോന്നേ? ഞാൻ ഇതിനു വേണ്ടി മുടക്കിയ 3,37,412 രൂപ 30 ലക്ഷമായിട്ട് തിരിച്ചു കിട്ടുമോ? കിട്ടും. ഒലക്കയുടെ മൂട്. ഒലക്കയുടെ മൂടോ? അത് തടിയല്ലല്ലോ, ഇരുമ്പല്ലേ? ആൾക്കാര് തടി കുറക്കില്ലാന്ന് ഇവിടെ കാണുമ്പോ മാത്രം ഒരു ആശ്വാസം തോന്നണത്. എന്താടാ? ആശ തകർത്തു. നീ അങ്ങനെ അങ്ങ് പോയാലോ സുസ്മിതേ? എന്താടി നിനക്ക് ഇനിയും വേണ്ടത്? പൊന്നാടേം പൂമാലയൊക്കെ ആന്റിയുടെ നിന്ന് വാങ്ങിച്ചില്ലേ? പിന്നെ ട്രോഫി നിന്റെ വിഷ്ണുവേട്ടനും. പക്ഷേ നിനക്കുള്ള ട്രോഫി നീ വാങ്ങാതെ പോവാണോ സുസ്മിതേ? എന്തിനാടി നീ എന്നെ അടിച്ചത്? എങ്ങനാടി എന്റെ വിഷ്ണുവേട്ടൻ വീണത്? അത് അത് ഞാനിപ്പോ എങ്ങനെ അറിയാനാ? ബാലേന്ദ്രനല്ലേ? ആ ബാലചന്ദ്രന് ഉള്ളതാ ഇത്. ആളെ നോക്കിയിട്ട് കണ്ടില്ല. നിന്റെ അടുപ്പക്കാരനല്ലേ, സൗകര്യമായിട്ട് കാണുമ്പോ
നീ തന്നെ കൊടുത്തേക്ക്. എന്റെ അടുപ്പക്കാരനോ? പത്മാവതി അമ്മയുടെ വീട്ടിൽ നടന്നതൊന്നും ആരും അറിയില്ലെന്ന് കരുതിയോടി. എടേ, ഇനിയെങ്കിലും നീ മനസ്സിൽ ഉറപ്പിച്ചോ, നീ എന്ത് കളിച്ചാലും എനിക്കും എന്റെ വിഷ്ണുവേട്ടനും മുകളിൽ വരാൻ പോകുന്നില്ല. ഞാൻ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ അതിനനുവദിക്കില്ല. ആ ഡി, ഇതിനു മുമ്പ് നീ എന്നെ കണ്ടപ്പോ എന്താ പറഞ്ഞ്? ബംഗാളിന്നോ ഒറീസയെന്നോ വന്ന പണിക്കാരിയെ പോലെ തോന്നുന്നോ? എടീ, ആ കുടുംബത്തെയാ നിന്റെ ഭാമാൻഡി ഇന്ന് പൂമാലയിട്ട് ആദരിച്ചത്. അത് ഹേ. ദേ, ഇതെന്തിനാന്ന് നീ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പറയാം. എന്റെ അമ്മയെ കള്ളിയാക്കിയതിന്, അവരെ പോലീസ് ജീപ്പിൽ കയറ്റിയതിനും ലോക്കപ്പിലിട്ടതിനും മാനസികമായി പീഡിപ്പിച്ചതിനും എടീ, അന്നേ നിനക്ക് ഞാൻ ഓങ്ങി വെച്ചതായത്. വിശദമായിട്ടൊന്ന് കാണാൻ പിന്നെ ഇപ്പോഴല്ലേ അവസരം കിട്ടിയത്. അതിനുള്ള പേയ്മെന്റ് ആയിട്ടൊന്നും നീ ഇത് വരവ് വെച്ചേക്കില്ലേ? ഇതൊരു ചെറിയ ടോക്കൺ മാത്രം. ബാക്കി പിന്നാലെ വരും. ശാലിനി, ഇപ്പൊ എന്തിനാടി അടിച്ചത്? ഇത് നീ ചെയ്യാൻ പോകുന്ന തെറ്റുകൾക്കുള്ള അഡ്വാൻസാ. നിന്നെ പോലെയുള്ള ജന്മങ്ങൾക്ക് ഈ ഒരു പാവമെങ്കിലും ചെയ്യാതെ ഉറങ്ങാൻ പറ്റില്ലല്ലോ. എടി, നീ മുമ്പ് പറയാറില്ലേ ഞാനും വിഷ്ണുവേട്ടനും വീട്ടിലുള്ളപ്പോ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒരടിയെങ്കിലും കിട്ടാറുണ്ടെന്ന്? ഇനിയിപ്പം ഞങ്ങൾ അവിടെ ഇല്ലെന്ന് കരുതി അതിന്റെ ഒരു കുറവ് വരരുത്. നിനക്കേ എപ്പോ ആ കുറവ് തോന്നിയാലും എന്നെ ഒന്ന് വിളിച്ചാ മതി. അതിനിപ്പം ഇത് പാതിരാത്രിയിലാണെങ്കിലും ഞാൻ വന്ന് തന്നോളാം. എടി, കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അധിക ദിവസമില്ല നിന്റെ തേർവാഴ്ച. തൽക്കാലം നീ പൊയ്ക്കോ. ഇനി എന്താ? എടേ, ഇത്രയേ ഉള്ളൂ ഇപ്പോഴും നീയെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതാ. വിഷ്ണുട്ടാ, ആശാനെ, എനിക്കൊരാഗ്രഹം. എന്താടാ? ആശാൻ ഈ മാല ഒന്നുകൂടെ കഴുത്തിലിടണം. ഇതൊന്ന് പിടിച്ചിട ചേച്ചി, നീ പിടിച്ചിട. അങ്ങിട ആശാനെ. വേണ്ട, വേണം. ആശാനെ, ഏടത്തി നമ്മുടെ കഴുത്തിലൂടെ ഒന്ന് ഇട്ട് കൊടുത്തേ. അതെന്തിനാ? വേണം. പോരടാ.